ഹലോ, വെൽക്കം ടു 4th ഡേ ഓഫ് സ്കോട്ട്ലൻഡ്. രാവിലെ എഴുന്നേറ്റ് കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ പാൻ കേക്കും പിന്നെ ഇന്നലെ ബാക്കി ഉണ്ടായിരുന്ന ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ബാക്കിയുള്ളതൊക്കെ കഴിച്ച് ഞങ്ങൾ വീടൊക്കെ ലോക്ക് ചെയ്ത് കീയൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഇറങ്ങി. ഇന്നലെ രാത്രി പോയ ഈ വഴിയൊക്കെ രാവിലെ ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു. മുന്നിൽ ഒരു പോലീസ് വണ്ടി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പോലീസിൻ്റെ നമ്പർ 101 ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോണത് എഡിൻബ്ര കാസ്റ്റിൽ കാണാനാണ്. അവിടെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് കാറിന് പോയാൽ കുറച്ച് ടാസ്ക് ആയിരുന്നു. കാർ ഇട്ടിട്ട് ഞങ്ങൾ നടന്നാണ് പോയത്. ആ പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കാസ്റ്റിൽ അങ്ങോട്ട് കയറി. ഞങ്ങൾ ഉള്ളിലൊന്നും കയറിയില്ല, ഉള്ളിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ അവിടെ തന്നെ ഉണ്ട്. അതും ഓൺലൈനിൽ എടുക്കാമെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾക്ക് അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ ജസ്റ്റ് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് സ്കോട്ട് മോണുമെൻറ്റിലോട്ടാണ്. അത് ഏകദേശം നടന്നു പോകാനുള്ളേ ഉള്ളൂ അവിടെ നിന്ന്. അപ്പോൾ നടന്ന് നമുക്ക് എല്ലായിടത്തൊക്കെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ നടന്നാണ് പോയത്. അവിടെ ഒരു മെയിൻ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട്. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ സ്റ്റെപ്പ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഫോട്ടോ സ്പോട്ട്. പിന്നെ ഞങ്ങൾ പോയത് സ്കോട്ട്ലാൻഡിലെ നാഷണൽ മോണുമെൻറ്റ് കാണാനാണ്. അവിടെയും നല്ല കുറേ അത്യാവശ്യം ഇച്ചിരി നടക്കാനുണ്ട്. കാർ അങ്ങോട്ട് കയറില്ല എന്ന് തോന്നുന്നു, പക്ഷേ 1-2 ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് ഇതുവഴി വന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കുറച്ച് നടന്നാൽ കയറിയത്. പൊക്കത്ത് എത്തിയപ്പോൾ നല്ല വ്യൂവും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ക്ലൈമറ്റും എല്ലാമായിരുന്നു. അങ്ങനെ കുറച്ച് പേര് അവിടെയൊക്കെ നിന്നും ഞങ്ങൾ അവിടെ നിന്ന് പറയും. ഈ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ഷോർട്ട് ഡേ ആണ്. കാരണം 4 മണിക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തണം. ഞങ്ങളപ്പോൾ കെൽപ്പിസും കൂടി കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ടാണ് പോയത്. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും വേർത്തായി അവിടെ വന്നത്. അത് ശരിക്കും നല്ലൊരു സ്ഥലമായിരുന്നു. ഇതാണ് കെൽപ്പിസ് എന്ന് പറയാം, ഈ 2 കുതിരകൾ. ഇതിൻ്റെ തന്നെ റെപ്ലിക്കയും അവിടെ വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞ് 2 ഹൗസ്. ഇതിനും എന്തൊക്കെയോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് രാത്രി കാണാനും ഇത് ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് വന്ന് ഡേയിൽ തന്നെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. നൈറ്റിൽ വരാൻ പറ്റുന്നവർ നൈറ്റിൽ വന്നതാണ്. ഇതോടുകൂടെ ഞങ്ങളുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പ് കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് കാർ കൊടുക്കുക, എയർപോർട്ടിലേക്ക് പോവുക, അതാണ് പ്ലാൻ. അപ്പോൾ അവസാനത്തെ കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾ അടിച്ച് പൊളിച്ച് സ്കോട്ട്ലാൻഡൊക്കെ ആസ്വദിച്ച് പോകുമായിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ 4 ഡേയും എങ്ങനെയാണ് റോഡ് ട്രിപ്പ് ഫുള്ള് ഡ്രൈവ് ചെയ്യുക എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കോട്ട്ലാൻഡിൽ പോകണമെന്ന്. അതുപോലെ UK വിസ ഓൾറെഡി ഉള്ളത് കൊണ്ടും ഞങ്ങൾ സ്കോട്ട്ലാൻഡ് മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഈ പ്ലാൻ ചെയ്തതൊക്കെ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ പോകാൻ പറ്റണവരൊക്കെ പോവുക. UK വിസ എടുത്താൽ നിങ്ങൾക്ക് ലണ്ടനും സ്കോട്ട്ലാൻഡും വെയിൽസും അങ്ങനെ ഇത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോവാം. അപ്പോൾ വേർത്താണ്, എടുക്കുക, പറ്റണവരൊക്കെ പോവാം. അങ്ങനെ വളരെ വേദനയോട് കൂടി ഞങ്ങൾ 4 ദിവസം ഉണ്ടായ കാറ് റിട്ടേൺ ചെയ്തു. ഞങ്ങളുടെ വിശപ്പൊക്കെ ഒന്ന് മാറ്റി, കാരണം EasyJet ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി റെഡിയായി, ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ വളരെ സങ്കടത്തോടെ സ്കോട്ട്ലൻഡിനോട് വിട പറഞ്ഞു. നല്ല ഓർമ്മകളും ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സത്യമായിട്ടും ഭയങ്കര സന്തോഷവും ഭയങ്കര നന്ദിയും ഒക്കെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്നു. പിന്നെ നാളെ ജോലിക്ക് പോകണമല്ലോ എന്നോർത്തുള്ള സങ്കടം. പിന്നെ ജോലിക്ക് പോയാലല്ലേ നമുക്ക് കാശ് കിട്ടുള്ളൂ, കാശ് കിട്ടിയാലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നോർത്ത് ഞങ്ങൾ ആശ്വസിച്ചു. ബർലിനിൽ വന്ന് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്. ഇനി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടാം. അത്രേ ഉള്ളൂ. ടാ.